പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സമരത്തിനൊരുങ്ങി ഡിവൈഎഫ്ഐ. ഇന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും പിരിവാരംഭിക്കാൻ ഒരുങ്ങുകയാണ് കരാർ കമ്പനി. 7.5 കിലോമീറ്റർ മാത്രമേ സൗജന്യം നൽകാനാവൂ എന്ന് കരാർ കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുകയാണ്. നേരത്തെയും ഈ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കമുണ്ടാവുകയും പിന്നീട് അത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ആ തീരുമാനത്തിൽ നിന്ന് കരാർ കമ്പനി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. വീണ്ടും അത്തരത്തിലുള്ള നീക്കമുണ്ടാവുന്നു, വലിയ പ്രതിഷേധത്തിനുള്ള ഒരുക്കവും. കഴിഞ്ഞ മാസം ഒരു ചർച്ച നടന്നിരുന്നു ടി കെ റീത്ത്. അതിൽ കരാർ കമ്പനി ആദ്യഘട്ടത്തിൽ 3 കിലോമീറ്റർ എന്ന ദൂരപരിധി പറഞ്ഞു. അത് അംഗീകരിക്കില്ല, 10 കിലോമീറ്റർ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ 7.5 കിലോമീറ്റർ വരെ നൽകാമെന്ന അവസാനം കരാർ കമ്പനി പറഞ്ഞിരുന്നു. പക്ഷെ അതും ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും അടങ്ങുന്ന സമരസമിതിയും അടങ്ങുന്ന ആളുകൾ സമ്മതിച്ചില്ല. 10 കിലോമീറ്റർ തന്നെ വേണം. കാരണം അവർ പ്രധാനമായും എടുത്തു പറയുന്നത് ഈ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ആളുകളാണ്. പലർക്കും സ്വന്തം ഭൂമി അടക്കം വിട്ട് മാറി പോകേണ്ടി വന്നു. ചില ആളുകൾക്ക് ആ പ്രദേശത്തെ വരുമാനം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് 10 കിലോമീറ്റർ ചുറ്റളവുള്ളവർക്ക് നിർബന്ധമായും സൗജന്യ യാത്ര അനുവദിക്കണം. അല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ വളരെ അടുത്താണ്, ഈ വടക്കഞ്ചേരിയുടെ മേഖലയിൽ നിന്ന് വളരെ അടുത്താണ്. അതുകൊണ്ട് തങ്ങൾക്ക് പന്നിയങ്കര കടന്നേ പോകാൻ വഴി. സ്ഥിരമായി പോകുന്ന ആളുകളുണ്ട്, അവർക്ക് ടോൾ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഡിവൈഎഫ്ഐ വലിയൊരു പ്രതിഷേധം ആ മേഖലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാവിലെ തന്നെ ടോൾ പ്ലാസയ്ക്ക് സമീപം എത്തി മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. കരാർ കമ്പനി അധികൃതരും ആ സ്ഥലത്തുണ്ട്. ഇന്നു മുതൽ ഒരു സൗജന്യ യാത്രയും അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് കരാർ കമ്പനി ഉള്ളത്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സമരസമിതി പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം വലിയൊരു പ്രതിഷേധം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാരും സമരസമിതിയും ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകളും. ടി കെ ശ്രീകുമാരൻ പാലക്കാട്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു.